Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി 100 ഡേ സ്റ്റഡി പ്ലാൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം മൊഡ്യൂൾ വൈസ് അനാലിസിസ് 10 മൊഡ്യൂളിന്റെയും ഡീറ്റെയിൽ അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓൾറെഡി നമ്മൾ 35 ചോദ്യങ്ങൾ 2022 നടന്നിട്ടുള്ള ജൂനിയർ അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 35 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ബാലൻസ് ഒരു 5 ചോദ്യങ്ങൾ നമുക്ക് ഒരു 5 ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം, അതിന്റെ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടായിരിക്കും. ദെൻ PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ ജൂനിയർ അക്കൗണ്ടിന്റെ കോച്ചിങ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 36 കിടക്കുന്നത്. മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. 5 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങൾ. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 36. ദി നമ്പർ ഓഫ് സബോർഡിനേറ്റ് ബീയിങ് എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽ മാനേജർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇഫക്റ്റീവ്ലി എത്ര സബോർഡിനേറ്റിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി? ആ കൺസെപ്റ്റിനെ പറയുന്ന പേര്. നമ്പർ 1 എസ്പിരിറ്റ് ഡീകോപ്സ്, ദെൻ അതോറിറ്റി, സ്പാൻ ഓഫ് കൺട്രോൾ, ലെവൽ ഓഫ് മാനേജ്മെന്റ്. എന്താണ് ആൻസർ എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് ഓരോ ഓപ്ഷനിലോട്ട് കിടക്കാം. എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റി ഈ സ്ട്രെങ്ത് അല്ലേ? ഗ്രൂപ്പായിട്ടൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ്, അതാണ് ഈ പറയുന്ന എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് പറയുന്നത്. സിനർജി ഇഫക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾക്ക് അവിടെ പറയാനുള്ള 500 പ്രിൻസിപ്പിൾസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം. ദെൻ അതല്ല അവിടെ. ദെൻ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കാനുള്ള പവർ, അതിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയാം. മറ്റുള്ളവരെ അനുസരിപ്പിക്കുക, ആ പവർ, അതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ ആണ് ആൻസർ വരാ. എത്ര സബോർഡിനേറ്റിനെ എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ സാധിക്കും ബൈ ദ ഇൻഡിവിജ്വൽ മാനേജർ, അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ. ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അറിയാം, ടോപ്പ്, മിഡിൽ, ലോവർ, ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ലെവൽ ഓഫ് മാനേജ്മെന്റ് കൺസെപ്റ്റ്. ഇപ്പം ആൻസർ C ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 37. ഡാഷ് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? ഫങ്ഷണൽ, ലൈൻ, കമ്മിറ്റി, മെട്രിക്സ്. അപ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ നേരെ ആൻസറിലോട്ട് ആദ്യം പോകുന്നതിനേക്കാൾ മുമ്പ് ഓരോന്ന് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നു. ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഓർഗനൈസേഷനിലെ സ്ട്രക്ചറൈസ് ചെയ്യുന്നു അതിൻ്റെ ആക്ടിവിറ്റിയുടെ ബേസിൽ. ഇപ്പോൾ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് അല്ലേ? അതാണ് ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ. ലൈൻ ഓർഗനൈസേഷനാണ് ഈ മിലിറ്ററി ടൈപ്പ്, ഹൈറാർക്കിയൽ ടൈപ്പ്, ഏറ്റവും ഓൾഡസ്റ്റ് ടൈപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈറാർക്കിയൽ ടൈപ്പ്. അപ്പോൾ അതാണ് ആൻസർ, ലൈൻ ഓർഗനൈസേഷൻ. പിന്നെ കമ്മിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ടുഗദർ ദേ ആർ ആക്ച്വലി ടേക്കിംഗ് ഡിസിഷൻസ്, അതാണ് കമ്മിറ്റി. മെട്രിക്സ് എന്ന് പറയുമ്പോൾ മിക്സ്ചറാണ്. അവിടെ ഫങ്ഷണലും പിന്നെ പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള അതും കൂടിയിട്ട് ഒരു മിക്സ്ചർ വരുമ്പോഴാണ് അതിന് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് ലൈനാണ് കേട്ടോ. ലൈനിന് ശേഷമാണ് ഫങ്ഷനിൽ വന്നിട്ടുള്ളത്. ഓപ്ഷൻ B ആണ് ആൻസർ വരിക. മൂവിങ് ടു 38. ദ ഡാഷ് അപ്രോച്ച് ഓഫ് മാനേജ്മെന്റ് ട്രീറ്റഡ് ഓർഗനൈസേഷൻ ആസ് എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ ഏത് അപ്രോച്ചിലാണ് മാനേജ്മെന്റ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? എൻവയോൺമെന്റ് ആയിട്ട് എക്സ്റ്റേണൽ പാർട്ടീസ് ആയിട്ടുള്ള എന്താണ് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ പറയാത്ത അപ്രോച്ച് ചെയ്താണ് അധികം. അതാണ് ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ. എക്സ്റ്റേണൽ പാർട്ടീസ് ആയിട്ടുള്ള എന്താണ് ഇൻട്രാക്ഷൻ, അതിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത സിസ്റ്റം ഏതാണെന്നുള്ളതാണ് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ഉണ്ട്. നമ്പർ 1 ഹ്യൂമൻ റിലേഷനിൽ ആക്ച്വലി എക്സ്റ്റേണൽ പാർട്ടീസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊരു ഓപ്പൺ സിസ്റ്റം ആണ് ഹ്യൂമൻ റിലേഷൻ എന്ന് പറയുന്നത്. ദെൻ ക്ലാസിക്കൽ വരുന്നു. ക്ലാസിക്കലാണ് ക്ലോസ്ഡ് സിസ്റ്റം. ഇതിൻ്റെ മെയിൻ തിങ്കേഴ്സ് എന്ന് പറയുന്നത് FW ടൈലർ, അതുപോലെ തന്നെ ഫയോൾ, വെബർ,
ഇവരൊക്കെയാണ് വരുന്നത്. ഒരു ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ കൂടുതൽ ഇൻറ്റേർണലാണ് അവർ ഫോക്കസ് കൊടുക്കുന്നത്. അവരുടെ എല്ലാ കോൺട്രിബ്യൂഷൻസും സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളിലോട്ടാണ് കൂടുതൽ ഫോക്കസ് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ക്ലോസ്ഡ് സിസ്റ്റം നമ്മൾ മെയിനായിട്ട് പറയുന്നത്. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓപ്പൺ ആണ്, ബിഹേവിയറൽ സയൻസും ഓപ്പൺ സിസ്റ്റമാണ്. നിങ്ങൾക്ക് എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസിക്കൽ തിങ്കേഴ്സിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വിത്തിൻ ദി ഓർഗനൈസേഷനുള്ള കാര്യങ്ങളിലോട്ടാണ് ഫോക്കസ് പോകുന്നത്. So that's about question number 38. Moving to question number 39. Coaching is a method of dash training. താഴെ പറയുന്ന 4 ഓപ്ഷനിൽ കോച്ചിങ് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ആണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ട്രെയിനിങ് ഉണ്ട് അല്ലേ, സ്ഥാപനങ്ങൾ കൊടുക്കുന്നത്. അതിൽ ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് കോച്ചിങ്? അപ്പോൾ കോച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ ഫുട്ബോളിൽ കോച്ച് ഈ പറയുന്ന കളിക്കാരെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് അല്ലേ എപ്പോഴും കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതല്ല കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ആണ്? നമ്പർ 1 റോൾ പ്ലേ. റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിക്കുന്നതാണ് റോൾ പ്ലേ. ഇപ്പോൾ ഒരു കസ്റ്റമറുടെ സർവീസ് ഒരു പെർട്ടിക്കുലർ പ്രശ്നം വരുമ്പോൾ കസ്റ്റമർ സർവീസിൽ നിൽക്കാൻ ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ കസ്റ്റമർ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും അല്ല, അതല്ല റോൾ പ്ലേ. നിങ്ങൾ എന്തായിരിക്കും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവുക, അതാണ് ഈ പറയുന്ന റോൾ പ്ലേ. ഇപ്പോൾ കോച്ചിങ് എന്ന് പറയുന്നത് അതാണോ? അല്ല. രണ്ടാമത് ക്ലാസ് റൂം അല്ല. ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ലെക്ചറിങ് ആണ് അല്ലേ, അതല്ല കോച്ചിങ് എന്ന് പറയുമ്പോൾ. ദെൻ ഓൺ ദ ജോബ് എന്ന് പറയുമ്പോൾ എന്താ? ജോലി ചെയ്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അതാണ് ജോലി ചെയ്ത് തന്നെ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്കതിനെ ഓൺ ദ ജോബ് എന്ന് പറയാൻ പറ്റുക. കോച്ചിങ് എന്ന് പറയുമ്പോൾ അതല്ലേ, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, അതിനൊരു മെൻറ്റർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, അതാണ് ഓൺ ദ ജോബ് അല്ലേ. കോച്ചിങ് എന്ന് പറയുമ്പോൾ അതാണ്. കോച്ചിങ് എന്ന് പറയുന്നത് എന്താ? ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്നതാണ്. കാര്യങ്ങൾ അങ്ങനെ പഠിക്കുകയാണ്, ഒരു മെൻറ്ററുടെ കൂടെ പഠിക്കുകയാണ്. പിന്നെ വെസ്റ്റിബ്യൂളാണ് വരുന്നത്. വെസ്റ്റിബ്യൂളിൻ്റെ പ്രത്യേകത അതൊരു ഓഫ് ദ ജോബാണ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ നമ്മൾ പുതിയൊരു നമ്മുടെ വർക്ക് പ്ലേസിലോട്ട് ജോലി കൊടുത്ത് കൊണ്ടുപോവാണ്. അവർക്ക് കുറേ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണം. അപ്പോൾ അങ്ങോട്ട് പോണേക്കാൾ മുമ്പ് അതേ ടൈപ്പിലുള്ള മെഷീൻസ് വേറൊരു എൻവയോൺമെൻറ്റിൽ വെച്ച് അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഇതിലോട്ട് കൊണ്ടുവരുന്നു. ഒരു സിമുലേഷനാണ് അവിടെ നടക്കുന്നത്. ഓഫ് ദ ജോബാ, റിയൽ വർക്കിംഗ് പ്ലേസിലല്ല അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഓഫ് ദ ജോബ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ആൻസർ വരാം ഓപ്ഷൻ സി ആണ്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 40. The communication pattern under which subordinate can communicate with and through one manager. സബോർഡിനേറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിത്ത് ആൻഡ് ത്രൂ ഒരൊറ്റ മാനേജറിലൂടെ മാത്രമേ പോസിബിൾ ആകുള്ളൂ എന്നുള്ളത് ഏത് കമ്മ്യൂണിക്കേഷൻ പാറ്റേണിലൂടെയാണ്? ഓക്കെ, നമുക്ക് നോക്കാം. നമ്പർ 1 സർക്കുലർ, നമ്പർ 2 ഫ്രീ ഫ്ലോ, നമ്പർ 3 വീൽ, നമ്പർ 4 ചെയിൻ. ഏതാന്ന് നോക്കാം. ഇപ്പോൾ സർക്കുലർ എന്ന് പറയുമ്പോൾ അല്ലേ ഇങ്ങനെയാണ് വട്ടം. അപ്പോൾ ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും അല്ലേ. അപ്പോൾ എന്താണ്? ഇപ്പുറത്തുള്ള ആൾക്ക് ഇപ്പുറത്തുള്ള ആളായിട്ടും ഇപ്പുറത്തുള്ള ആളായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, ഒറ്റ ആൾ മാത്രമല്ല. ഫ്രീ ഫ്ലോ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഫ്രീ ആയിട്ട് ആരെടുത്തും വേണമെങ്കിലും പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് വീലാണ്. വീൽ എന്ന് പറയുമ്പോൾ എന്താ? നടുക്കിലൊരു സെൻട്രൽ ഹബ്ബ് ഉണ്ട്, ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ സെൻട്രൽ ഹബ്ബുമായിട്ട് മാത്രമേ പറ്റുള്ളൂ. ഓൺലി വൺ. ദിസ് ഇസ് ആക്ച്വലി എന്താണ് പറയുക ആൻസർ. വീലാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി ഓൺലി ത്രൂ വൺ മാനേജർ. ഇതാണ് ആൻസർ വരെ ശരി. ദെൻ ചെയിൻ ഉണ്ട്. ചെയിനിൽ പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ വരും. ചെയിൻ എന്ന് പറയുമ്പോൾ എന്താ? ബോട്ടം, മിഡില്, ടോപ്പ്, ഹൈറാർക്കി, ലൈനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് തോന്നും ഒരു ആൾക്ക് ഒരാളായിട്ട് മാത്രമല്ലേ പറ്റുള്ളൂ മുകളിൽ. അവിടെ അങ്ങനെയല്ല പറയുന്നത്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നോട്ട് ലിമിറ്റഡ് ടു വൺ മാനേജർ ബട്ട് ത്രൂ എ സീക്വൻസ് ഓഫ് ലെവൽ. ഒരു ലെവലിലൂടെ മാത്രമേ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി ഉള്ളൂ. ഇപ്പോൾ ഇയാൾക്ക് ഇങ്ങോട്ട് പോകണമെങ്കിൽ ഈ ലെവലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റും. അപ്പോൾ അവിടെ നോട്ട് ലിമിറ്റഡ് ടു വൺ മാനേജർ എന്ന്. ഇപ്പോൾ എനിക്ക് ടോപ്പ് ലെവലിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇയാളുടെ അടുത്തും പറ്റും, ഇയാളുടെ അടുത്തും പറ്റും. ഇയാൾക്ക് ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഈ ലെവലിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് മാത്രം.
അതല്ലാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നില്ല. സോ നോട്ട് ലിമിറ്റഡ് ടു വൺ മാനേജർ. ഇയാൾക്ക് ഇങ്ങോരുടെ അടുത്തും പറ്റും, ഇങ്ങോരുടെ അടുത്തും പറ്റും, ബട്ട് ത്രൂ എ സീക്വൻസ് ഓഫ് ലെവൽ. മനസ്സിലാവുണ്ടോ? നേരെ കുറച്ച് വീലിൽ അങ്ങനെയല്ല. വീലിൽ ഇത് ഒരു സെൻട്രൽ ഹബ് ഉണ്ട്, എല്ലാവർക്കും ഇങ്ങോട്ട് മാത്രമേ പറ്റുള്ളൂ. ഓൺലി ത്രൂ വൺ മാനേജർ. അതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് തെറ്റ് വരാൻ സാധ്യത വളരെ ഉള്ളൊരു ചോദ്യമാണ്. വീലാണോ ചെയിനാണോ എന്ന് ചിലപ്പോൾ പലപ്പോഴും തോന്നും. ആൻസർ വരുന്നത് ഇതിൻ്റെ എന്താണ്, വീലാണ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 40. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ 5 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ടോട്ടൽ 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇന്ന് 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ 5 ചോദ്യങ്ങളുമായിട്ട് നാളെ നമുക്ക് കാണാം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.